നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് സമയം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങും. ഇത് ഒരുപാട് പേരുടെ എനർജി വരുന്ന ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് മനസ്സിൽ വിചാരിച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് റീഡിംഗ് കാണാനിരിക്കുക. ഓക്കെ. ഓക്കെ, നിങ്ങൾക്കായി ഇന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ത്രെഡുകൾ ഇതൊക്കെയാണ്. ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ ഹൈറോഫന്റ് എനർജിയാണ്. ദ ഹൈറോഫന്റ് എനർജി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വലി കണക്ഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ പലതരത്തിലുള്ള ഉയർച്ചയ്ക്ക് മാറ്റമായിരിക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു വിസ്ഡം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ വിശ്വസിച്ച് തുടങ്ങി ആ ഒരു പാത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കണക്റ്റഡ് ആയി കാണുന്നു, യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ മൈൻഡ് സെറ്റ് ആയി കാണും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാത്തിനെയും വളരെ സ്നേഹത്തോടെ നോക്കി കാണാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് ഉണ്ടാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് എന്നാണ് കാണിക്കുന്നത്. അടുത്തത് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര മിസ്സിങ് എനർജിയിൽ നിൽക്കുന്നെന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എല്ലാം ഒരു നഷ്ടപ്പെട്ട ഒരു ഫീലിങ്ങിൽ നിൽക്കുന്ന ഒരാളെയാണ് കാണാൻ പറ്റുന്നത്. ഈ റിലേഷനിൽ ഇനി മുന്നോട്ടൊരു സാധ്യതയുണ്ടോ, എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത നിൽക്കുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിരാശയിൽ നിൽക്കുന്നതെന്ന് പറയത്തില്ലേ, ആ ഒരു നിരാശയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളില്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് എനർജി കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് തേർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് തേർഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻ വേണമെന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം സെപ്പറേഷൻ ഉണ്ടായാലും ബ്രേക്കപ്പ് ആയാലും നിങ്ങൾ എങ്ങനെയൊക്കെ രീതിയിൽ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും രണ്ടുപേരുടെ മനസ്സിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല, പരസ്പരം ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാട്ടോ. ഈ റിലേഷനിൽ ഉറച്ചു നിന്ന് ഈ റിലേഷൻ വേണം എന്ന് തന്നെ കരുതി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും നല്ല ഒരു ഇത് തന്നെയാണ്. നിങ്ങൾ പരസ്പരം എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് പറഞ്ഞ് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ റിലേഷൻ നിങ്ങൾക്ക് പരസ്പരം രണ്ടുപേർക്കും വേണം. നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് വഴക്കും പിണക്കും ഒക്കെ ഉണ്ടായി മാറി നിൽക്കേണ്ട. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാം. എല്ലാവരുടെയും ലൈഫിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകാം, പിണക്കങ്ങൾ ഉണ്ടാകാം. നല്ല രീതിയിൽ ഒരു ചിലപ്പം കുറച്ച് ദിവസത്തേക്കുള്ളൊരു ബ്രേക്കപ്പ് ഉണ്ടായിരിക്കാം. പക്ഷെ രണ്ടുപേരുടെ മനസ്സിൽ പറ്റില്ല എന്നുള്ളൊരു തോന്നലില്ലല്ലോ, രണ്ടുപേർക്കും വേണ്ട എന്നൊരു തോന്നലില്ല. രണ്ടുപേരും പരസ്പരം സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതങ്ങ് പറഞ്ഞ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ആരുടെ എനർജിയാണോ, ആരുടെ ആണെങ്കിലും നല്ല എനർജിയാണ്. ഓക്കെ, താങ്ക് യു.